നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തീയ സമുദായത്തിൻ്റെ ഉരുത്തോല പെരുന്നാൾ എല്ലാവരും അത് ഭംഗിയായിട്ട് കൊണ്ടാടും. അടൂർബാസിയുടെ ചരമ വാർഷിക ദിനമാണ്. ആ മഹാത്മാവിനെ ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം, അതിൽ ഫ്രാൻസും ബ്രിട്ടനും പിന്മാറി. ഇറാനായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു താല്പര്യമില്ല, സാധ്യമില്ലായിരുന്നു. തന്നെയുമല്ല, ഇറാൻ ജനത ആ രാജ്യം ഭരിക്കുന്ന കക്ഷിയിൽ സർക്കാരിന് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കണം. അപ്പോൾ മനസ്സിലായില്ല ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്. എന്ത് ന്യായമാണ്? നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ന്യായമാണ്? പിന്നെ ഉത്തര കൊറിയ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, ബ്രിട്ടൻ ഉൾപ്പെടെ, ഇസ്രായേലും പിന്നെ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങൾക്ക് ബോംബുണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാം. പക്ഷെ ഇറാൻ ഒരു ബോംബുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഇവർക്ക് എന്താ അവകാശം? ഒരാൾക്കുണ്ടാക്കി മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ പാടില്ലേ? തന്നെയല്ല വേറെ വഴിയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പിന്നെ നമ്മുടെ എതിർ രാജ്യമായതുകൊണ്ട് നമ്മൾ പറയാനില്ല. പാകിസ്ഥാൻ ബോംബുണ്ടാക്കിയത് ഇസ്ലാം ബോംബ്, പിന്നെ ഇറാൻ ഉണ്ടാക്കിയത് അത് തന്നെ. ബ്രിട്ടനും ഫ്രാൻസൊക്കെ ഉണ്ടാക്കി ക്രിസ്ത്യൻ ബോംബ് ആരും പറയാറില്ല. ഇന്ത്യ ഉണ്ടാക്കി ഹിന്ദു ബോംബൊന്നും പറയാറില്ല. അവിടെ തന്നെ വിവേചനം എല്ലാം ഉണ്ട്, ലോകവ്യാപകമായിട്ട് തന്നെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ നല്ല പറഞ്ഞില്ല, കാന്തപുരത്തെ ജൂനിയർ കാന്തപുരം പറഞ്ഞ് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കുക ശരിയല്ല, ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായിട്ടാണോ ആക്രമിച്ചത്? ഗൾഫ് രാഷ്ട്രങ്ങളിലെ സ്ഥലം ഉപയോഗിച്ച് അമേരിക്ക പട്ടാള സന്നാഹം നടത്തി അവിടെ നിന്നാണല്ലോ ഇറാനെ ആക്രമിക്കുന്നത്. മേലാൽ ആക്രമിക്കരുതെന്നും അവർക്ക് സഹായം കൊടുക്കരുതെന്നും പറഞ്ഞു. കാരണം ഫ്രാൻസും ബ്രിട്ടനൊക്കെ മാറാൻ കാരണം അടുക്കള പട്ടിണിയാവും, വാഹനം ഓടൂല്ല. ഇപ്പോൾ ഹോർമൂസ് അടിച്ചു, 20% അവിടെ അല്ലേ. മറ്റേത് കടലെടുക്കുന്നുണ്ട് ഹൂത്തികളുടെ, അത് 10%. അപ്പോൾ ഈ 35% ഓയിൽ പോകുന്നു ഈ ഭാഗത്തൂടെയാണ് ഗ്യാസൊക്കെ. പല രാജ്യം ലോക്ക്ഡൗൺ ആയി. ഇന്ത്യ പറയുന്നത് ഇന്ത്യയിൽ ലോക്ക്ഡൗൺ ആവില്ലെന്ന്. അതെന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ 5-6 സംസ്ഥാനങ്ങളിൽ ഇലക്ഷനാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടാവില്ല. പെട്രോൾ വില കൂടില്ലാത്ത 10 രൂപ കുറച്ചായിട്ട് കേട്ടെന്നറിയില്ല. ഇതൊക്കെ കഴിയുമ്പോൾ പെട്രോൾ വില കൂട്ടി സാധനം ലോക്ക്ഡൗൺ ഒക്കെ ആവില്ലേ? വെറും അധിക വോട്ട് ബാങ്കല്ലെല്ലാം ചെയ്തത്. LDF ഗവൺമെൻറ്റിലും BJP ഗവൺമെൻറ്റിലും വോട്ട് ബാങ്കാണല്ലോ. അപ്പപ്പെടുത്തിയല്ലേ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ശരിയാണ്, ഈ ഇസ്രായേൽ യുദ്ധത്തിൽ, ഇറാനിലെ യുദ്ധത്തിൽ ന്യായീകതയില്ലാത്ത ഇതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞാണ്, ഉഗാണ്ട വന്നപ്പോൾ ആയിരക്കണക്കിന് അവിടെ ഗാസയിലെ കുഞ്ഞുങ്ങളെ ബോംബിട്ട് വന്നപ്പോൾ ഇവന്മാരൊന്നും ചിന്തിച്ചില്ല, തെളിഞ്ഞില്ല. ഇസ്രായേലിന് അപകടം പറ്റിയപ്പോൾ അവർ ബാധിച്ചോടി. അതൊക്കെയാണ് തന്തയില്ലായ്മയാണ്. അതൊക്കെ പോട്ടെ, എല്ലാവരും അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും അത് ചെയ്യാം. നമുക്ക് അടുത്ത് നമ്മുടെ വീണ്ടും വിഷയം വരുന്നത്, ഇന്ത്യയിൽ 2 നിയമം ഈ അടുത്ത കാലത്ത് പാസ്സാക്കി. ഒന്ന് സുപ്രീം കോടതിയാണ്, ഒന്ന് പാർലമെൻറ്റാണ്. സുപ്രീം കോടതി പാസ്സാക്കിയത്, ദളിതിൽ നിന്ന് കൺവെർട്ട് ചെയ്താൽ ദളിതിൽ നിന്നിൻ്റെ ആനുകൂല്യം കിട്ടില്ല. പലരും ദളിത് നിന്ന് കൺവെർട്ട് ചെയ്യും ക്രിസ്ത്യാനിയായിട്ട്, പക്ഷേ പേരെല്ലാം ദളിതം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആനുകൂല്യം പറ്റണം, അത് പറ്റില്ല. അപ്പോൾ പഞ്ചാബിന്ന് മറ്റോ ഒരാൾ കേസ് കൊടുത്തു സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതാണ്, അത് ന്യായമാണ്, തെറ്റൊന്നുമില്ല. നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അത് അമ്മയുടെ മടിയിൽ നിന്ന് അച്ഛൻ്റെ മടിയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പോലെ ഓടിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോഴും നടക്കുന്ന അതാണ്. അതൊക്കെ വെമ്മാടിത്താണ്. അതൊക്കെ അച്ഛൻ്റെ മടിയിൽ നിന്ന് വെച്ച് അമ്മയുടെ പോലെ ഓടിക്കാൻ നോക്കി നടക്കുമോ? നിങ്ങൾ കൺവെർട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഏത് മത സ്ഥിതിക്കൂടെ അവകാശമുണ്ട്. ഇത് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദളിതിൻ്റെ ആനുകൂല്യം പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റില്ല, സുപ്രീം കോടതി പറഞ്ഞു. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അതൊക്കെ മറ്റൊന്ന്, ഫോറിൻ കോൺട്രിബ്യൂഷൻ
റെഗുലേഷൻ അമെൻമെൻറ്റ് FCRA ഒരു നിയമം പാസ്സാക്കി അമിത്ഷാ. വിദേശ പണം ക്രിസ്തീയ സഭകൾക്കോ ക്രിസ്തീയർക്കോ പ്രചരണത്തിന് വേണ്ടി വിദേശ പണം ആവശ്യമില്ല. ഇത് വഴി എടുക്കാനും പറ്റില്ല. ഈ ഇലക്ഷൻ്റെ മൂത്തിൻ്റെ സമയത്താണ് ഇത് കേരളത്തിലെ ഈ കുഞ്ഞാടുകളും മനസ്സിലായോ? കാസക്കും സംഘപരിവാറായ മറുനാടൻ മലയാളിക്കൊക്കെ എന്ത് മനസ്സിലായി? അങ്ങനെ നിയമം പാസ്സാക്കി. ഇവിടെ കോടിക്കണക്കിന് വിദേശ ധാന്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാന്നേ. അത് ക്രിസ്ത്യാനികളാണ് ആ ചെയ്തെങ്കിൽ ഇപ്പം ഹിന്ദുക്കൾ ചെയ്തത് മുസ്ലിംസ് ചെയ്യുന്നുണ്ട്, അത്ര ഇല്ലെങ്കിലും. ഞാൻ മുസ്ലിം സമുദായത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ പ്രവാചകന്റെ മുടി കഴിയ വെള്ളം കുടിക്കും നല്ലതാണെന്നും അത് കഴിഞ്ഞ് പുറഭാഗം അത് തെറ്റാണെന്നും പറഞ്ഞ് നടക്കുമ്പോഴേ ഇങ്ങനെ ഇതെല്ലാം കണ്ട് നടക്കുന്ന ഹിന്ദു സമുദായത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ ചെറുപ്പക്കാരെ ബന്ധം നീറി നടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിദേശ പണം കൊണ്ട് പന്നി തിന്ന് ചീർക്കും പോലെ ചീർത്ത് ഈ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം, മുസ്ലിങ്ങൾ ഒരു വിഭാഗം, ഇപ്പം സംഘപരിവാരപ്പെട്ട ഒരു വിഭാഗം കഴിയുമ്പോഴേ ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരുടെ അവൻ വിപ്ലവം ഉണ്ടാക്കും. എൻ്റെ ഉദാഹരണം അറിയുമോ? നമ്മൾ സിമെൻറ്റ് വാങ്ങിക്കാണ്, ഇപ്പം ഏതാണ് 500 രൂപ ഏറ്റത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന 10,000 രൂപ ഒരു കൊല്ലോണ്ട് സ്വരൂപിച്ചിട്ടാക്കി സിമെൻറ്റ് വാങ്ങിക്കുമ്പോഴും വെറുതെ വിദേശത്ത് പണം വരുന്നുണ്ട്. ക്രിസ്ത്യൻക്കാണ് 90% ക്രിസ്ത്യാനിക്കാണ്, 10% മുസ്ലിങ്ങൾക്ക്, 10% 80% ക്രിസ്ത്യൻസ് തന്നെയാണ്. കോടി രൂപ വിദേശ ഫണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതേ എല്ലാ രാജ്യങ്ങൾക്കുണ്ട്. എവിടെയെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വീഴ്ച പറ്റിയ ഉടനെ ബൈബിൾ കൊടുത്തു വിടും. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസുള്ള യൂറോപ്പൊക്കെ പണവും കൊടുക്കും, ജർമ്മനിയൊക്കെ. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ചെടുക്കുന്ന പൈസ കൊടുത്ത് ഒരാൾക്ക് സിമെൻറ്റ് വാങ്ങി നിങ്ങൾക്ക് കൊടുക്കാൻ 500 രൂപ. വെറുതെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസൊക്കെ എടുത്ത് പൈസ കൊടുത്തു അവർ കൊടുക്കണം 500 രൂപ. അതെങ്ങനെ ശരി? അത് ലളിതമായ വേറെ പറഞ്ഞാൽ, ഒരു സ്ഥലത്തൊരു ഫാക്ടറി വന്ന് ആ ഫാക്ടറി വന്ന് അവിടെ കുറേ ജോലിക്കാർ പണിയായി. അവനടുത്ത പെട്ടിക്കടയിൽ ഒരു ഗോമ്പഴ വാങ്ങിക്കുമ്പോൾ അവനും കൊടുക്കണം 5 രൂപ. ഒരു പണിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്കും അവനും കൊടുക്കണം 5 രൂപ. അവിടെ എല്ലാം 5 രൂപയ്ക്ക് 5 രൂപ വിലയുള്ളൂ. അതാണ് ഈ തൊഴിലില്ലായ്മക്ക് വർദ്ധിച്ചാൽ കുഴപ്പം, സമ്പത്ത് പരിവിട്ട് വർദ്ധിച്ചാൽ കുഴപ്പം. അപ്പം അങ്ങനെയുള്ള കാര്യം നിരോധിക്കണം, നിയന്ത്രിക്കണം, യാതൊരു സംശയം. നിയന്ത്രിക്കണം മാത്രമല്ല അതെല്ലാം പിടിച്ചെടുക്കാൻ പോകണം. അങ്ങനെ വിദേശത്ത് നിന്ന് പണം ആര് വരുത്തിയിട്ടുണ്ടോ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും വരുത്തിയിട്ടുണ്ടോ, അതെല്ലാം കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കണം. ഇത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം പെട്ടെന്ന് വരാൻ കാരണം 2 കാര്യമാണത്. ഒന്ന്, ഇങ്ങനെ വരുമ്പോഴും ഇപ്പം കേരളത്തിൽ ഇലക്ഷൻ നടക്കാറില്ല. കേരളത്തിലുള്ള കുറച്ച് ക്രിസ്ത്യൻസ് ഉള്ളൂ, ബാക്കിയല്ലേ. അവർ നിവേദനമായിട്ട് പ്രധാനമന്ത്രിയോ അമിത്ഷായെ കാണുമ്പോൾ ഒരു ഡിമാൻഡ് വയ്ക്കും, ഓക്കെ നമുക്ക് പരിഹരിക്കാം, ഇപ്പോൾ ഇലക്ഷൻ വരാണ്, ഞങ്ങൾ കണ്ടേക്കണം, പണ്ട് തൃശ്ശൂരൊക്കെ പിടിച്ചെടുത്ത പോലെ. അതൊരു വശം. മറ്റു വശം, അമേരിക്കയിൽ RSSന്റെ സ്വത്ത് കണ്ടാണ്. RSS നിരോധിക്കാൻ പോകണം, നിരോധിച്ചു സംശയമുണ്ട്, നിരോധിക്കാൻ ഇതാണ് അവർ സ്വത്ത് കണ്ടിട്ട് സമ്മതിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ചെയ്യണ്ടേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അനീതിയും അക്രമം കൊടിയുത്തി വാഴുമ്പോൾ അത് ചോദിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും മൂലയിൽ നിന്ന് വന്നിരിക്കും. അത് കാലഘട്ടത്തിന് അനിവാര്യതയാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ക്രിസ്ത്യൻ സഭയോട് പറയുന്നത്, നിങ്ങൾക്ക് അമിതമായിട്ട് ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അമിതമായിട്ട് ആനുകൂല്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അർഹമല്ലാത്ത രീതി ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നവർ മിണ്ടാതിരിക്കണം. നിങ്ങൾ നായരെ കണ്ടുപിടിക്കുക, RS നായരെ കണ്ടുപിടിക്കുക. അവർക്ക് അർഹതപ്പെട്ടിട്ട് 4-5 ഇരട്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ മിണ്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് പോരാന്ന് പറഞ്ഞ് വലിയ ചോദിക്കണ്ടോ? ഇതെല്ലാം കിട്ടിയിട്ട് സഭയുടെ കുഞ്ഞാടുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് പോരാ. അപ്പോൾ ഇന്ന് കണക്ക് വരട്ടെ, തീർന്നില്ലേ? നിങ്ങൾ പോരാ എന്ന് പറഞ്ഞ് നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കാര്യം കണക്ക് നോക്കാം എന്ന് പറഞ്ഞ് തീർന്നില്ലേ സഭയെ? ഇന്നലെ ലത്തീൻ കത്തോലിക്ക് പറയാണ്, ലത്തീൻ കത്തോലിക്ക് പറഞ്ഞ് 14 സീറ്റ് പോകണം ഞങ്ങൾക്കൊന്നും. ആകെ 10% ഉള്ളൂ. 10% ആകെ 14 സീറ്റുള്ളൂ. നിങ്ങൾക്ക് മാത്രം 14 സീറ്റ്, ബാക്കി 4-5 വിഭാഗം ഉണ്ടല്ലോ, അവർക്കെന്ത് കൊടുക്കും? അപ്പോൾ ഉള്ള വഴി നിങ്ങൾ കേട്ടോ. അപ്പോൾ ഉള്ളത് മുഴുവൻ കോൺഗ്രസിൻ്റെ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കാണാമല്ലോ. നമ്മളെ മറായിൻ്റെയിൽ പോയി നോക്ക്, കാണുന്ന സ്ഥലം മുഴുവൻ സഭയുടെ അല്ലേ. ഏതെല്ലാം സ്ഥലം എടുക്കുന്നത് ഇന്നൂർക്ക് അറിയി, കംപ്ലീറ്റ് സ്ഥലം സഭയുടെ കാണുന്ന. എങ്ങനെ സഭയ്ക്ക് ഈ സ്ഥലം കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിച്ചാണോ? ഇപ്പോഴും ആധാരം ഇല്ലെന്ന് പറയുന്നു. അത് ബ്രിട്ടീഷുകാർ കൊടുത്താണ്. അതിൽ കൽക്കട്ട, ബംഗാൾ, അങ്ങനെ ആലുവലത്തിൽ
എല്ലാ സിറ്റിയിൽ കാണാൻ ക്രിസ്ത്യൻസിൽ എവിടേക്കും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ആയിരക്കണ് 10,000 അതാണ് ഗൂഗിളിൽ കണക്ക് പറഞ്ഞത്. ഇവിടെ മുനമ്പത്ത് കേസിന് കൊടുത്തല്ലോ, അവിടെ 500 ഏക്കർ. ഇവിടെ ഈ മുസ്ലിം സമുദായത്തിലുള്ള പിന്നീട് ഒക്കെ ഫണ്ട് കിട്ടുന്നത് 15 ലക്ഷം മറ്റുള്ളൂ. അതിൻ്റെ 200 ഇരട്ടിയാണ്. 5 ലക്ഷത്തിൽ വരെ ഉള്ളൂ, 6 ലക്ഷമേ ഉള്ളൂ. അതിൻ്റെ 200 ഇരട്ടിയാണ് ക്രിസ്ത്യൻ സഭയുടെ കയ്യിലുള്ള സ്ഥലം. ഇതെല്ലാം BJPയും സംഘപരിവാറും നോട്ട് ചെയ്തിട്ടുണ്ട്, നോട്ടക്കാൻ വീട്ടില്ല, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് പണി എന്താണ്? ഇത് തന്നെയല്ലേ ഉള്ളൂ. അവർ പണിയെന്ന് അവർ നടന്നാക്കുക, അവർ പണി അവരുടെ ആധിപത്യം, ഈ സവർണ മേധാവിത്വം ഇവിടെ നശിക്കാൻ പാടില്ല. അത് കിട്ടിയത് അതിനാണ് ഇവർ ഇതൊക്കെ എടുക്കുന്നത്. അല്ല നാട് നന്നാക്കാനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ സഹായിക്കാനൊന്നുമില്ല. ഇതിൽ കണക്കിട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? ക്രിസ്ത്യൻ സമുദായത്തിന് എന്താ ആര് സഹായിക്കാൻ വരും? അമേരിക്ക പൊട്ടി പോളിസായില്ല. ഇപ്പോൾ ഇറാൻ്റെ മുമ്പിൽ മുട്ടൂത്തി നാറി തോറിപ്പോയില്ലേ? അത് ട്രംപിനെതിരെയാണ് ജനങ്ങൾ മുഴുവൻ, ഇസ്രായേലിനെതിരെയാണ്. ഇത് നമ്മൾ ഇസ്രായേലിൽ പൊക്കി കിടക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് നമുക്ക് ഒരു സാധനം കിട്ടാനില്ല. നമുക്ക് കിട്ടുമെങ്കിൽ ആയുധം കിട്ടും, ഇരട്ടി വിലയെടുത്ത് വാങ്ങിക്കണം. അവിടുന്ന് ആടുന്നാവോ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ലോട്ടറി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ നിർമ്മാണാത്മകമായിട്ടുള്ള പ്രവൃത്തിയാണോ? വെറും കടലാസല്ലേ. അപ്പോൾ ഇസ്രായേലിൽ നമ്മൾ പുകഴ്ത്തും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തൊക്കെ വാസ്തവം മണ്ടത്തരാ. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് എതിരില്ല, അത് ഞങ്ങൾ വിശ്വാസത്തിന് ഭാഗമായതുകൊണ്ട്. ഈ മോഡി ഗവൺമെൻറ് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിൽ അതുകൊണ്ട് നമ്മളതിനെ പരസ്യമായിട്ട് എതിർക്കുന്നില്ല, അത് കാര്യമാണ്. പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ കൊണ്ട് നമുക്ക് ഒരു നേട്ടമില്ല, അവർക്ക് സാധിക്കില്ല. അവരുടെ നില അല്പം അപകടമാണ്. ഇപ്പോൾ ഇസ്രായേൽ രാജ്യം ഇല്ലാതായി കഴിഞ്ഞ് പോയി കിടക്കും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് കേന്ദ്ര ഗവൺമെൻറ് വീട് വിളിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ വിഷയക്ക് ഗവൺമെൻറ് അധികാര പരിധിയോട് ഞാൻ പറയുന്നില്ല. ഏതായാലും ഇസ്രായേലിൽ നമുക്ക് നേട്ടമില്ലെന്ന് ഒരുപാട്. നമുക്ക് ഈ എണ്ണയൊക്കെ കിട്ടിയില്ല, അറബ് രാജ്യങ്ങൾ തന്നെ പെടുന്നേ. അതല്ല ഇറാൻ പാകിസ്ഥാൻ്റെ കാശ്മീർ വിഷയത്തിലേക്ക് ഇറാൻ നമ്മുടെ കൂടെക്കാണ്. ഡോളർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോളർ ഇല്ലാതിപ്പോൾ വേണ്ട ഇന്ത്യൻ നോട്ടായാലും മതി. അങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെന്നല്ല അവർ നമ്മളെ എതിർക്കാൻ, പരസ്യമായിട്ട് എതിർക്കാൻ. ഒരു കാലത്ത് ഇറാൻ നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല. അവരുടെ പോളിസിയല്ല, അത് പറയുക. ഈ ബോംബ് കണ്ടുപിടിച്ചാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം രണ്ട് പാലിൻ്റെ രേഖയാണ്, കൂട്ടുന്ന കാര്യമില്ല. അതൊക്കെയാണ് സംഗതി. ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോയാൽ കാസയ്ക്കും ക്രിസംഗിക്കും ഒക്കെ നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. മറ്റു നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴാണ്, കേരളത്തിലേക്ക് വരുമ്പോൾ ഇലക്ഷൻ എത്തും. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി മോഡിജിയെയും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി സഖാവിനെയും ഈ ഭാര്യയും ഭർത്താവും മോനും കൂടി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ ഇങ്ങനെ കളിക്കച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? വെള്ളാപ്പള്ളിയുടെ ഭാര്യ പറഞ്ഞ് 110 സീറ്റ് കിട്ടി BJP ഭരിക്കാത്ത ഒരു കേരളത്തിൽ. അതേ ശ്വാസത്തിൽ ഇപ്പുറത്തെ ഭർത്താവൂരാണ് LDF തുടരുന്നു. മനുഷ്യ കളിയാക്കി ലിമിറ്റില്ലേ? എൻ്റെ പിണറായി സഖാവേ, നിങ്ങൾക്ക് വായി തുറന്ന് എന്തടോ താൻ പറയുന്നത്? ഞങ്ങളത് കളിയാക്കണോ എന്ന് ചോദിക്കാനുള്ള തൻ്റെയോ ധൈര്യം ഇല്ലടോ പിണറായിയോട് ചോദിക്കുകയാണ്. ഒരേ സമയത്ത് പോരാണ് ഭാര്യ പറയുന്നത് 100 സീറ്റ് കിട്ടി BJP അധികാരത്തിൽ കേരളത്തിൽ 100 മുകളിൽ കിട്ടും. അടുത്ത ശ്വാസത്തിൽ മറ്റേ അച്ഛൻ പറയാണ്, ഭർത്താവ് പറയാണ് LDF തുടർന്ന് നടക്കുന്നത്. രണ്ടും ഒരു സംഘടന ആൾക്കാരാണ്. പിന്നെ നടേശൻ പറയുന്നുണ്ട്, മകൻ പറയുന്നത്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ പിണറായിക്ക് പ്രധാനമന്ത്രിയോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഡൽഹിയൊക്കെ കൊണ്ടുവല്ലേ, അവർ കേൾക്കുകയാണോ അല്ലെങ്കിൽ പറഞ്ഞു കാണുന്നില്ല, അത് ഞാൻ പറഞ്ഞു. പിണറായിയോട് ചോദിക്കുകയാണ്. പിണറായിക്ക് ചോദിച്ചൊരു വായി തോന്നുന്നത്, എടോ വെള്ളാപ്പള്ളി, നീ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഞങ്ങൾ കളിയാക്കണോ, ഞങ്ങൾ ഫൂളാക്കണോ എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെയുടെ ഉണ്ടോ പിണറായി നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറയണത് അത് ശരിയല്ല, അതിലൊന്നും കാര്യമില്ല പറഞ്ഞു. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കാം, മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും പിന്നെ ലീഗിനെക്കുറിച്ചൊക്കെ വൃത്തിയോട് പറഞ്ഞപ്പോഴേ നിങ്ങൾ മിണ്ടായിരുന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് മെച്ചോട് നോക്കാം. ഇത് നിങ്ങൾ കുറിക്കിട്ട് കുത്താണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെയാണ് കേൾക്കുന്നത്, എങ്ങനെ വിശ്വസിക്കും? അതെങ്കിലും ഒന്ന് ചോദിക്കും വെള്ളാപ്പള്ളി.
കോടതി ഒരു അനുകൂലമായ സാഹചര്യം വന്നാൽ അത് അവസാനം ഹൈക്കോടതിയിൽ മെയിൻ ബെഞ്ച് ഫുൾ ബെഞ്ച് അത് സ്റ്റേ ചെയ്തത്. പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും കാര്യം വന്ന് ഉടനെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് സ്റ്റേ വാങ്ങിക്കണം. അവിടെ നിന്ന് സാധ്യതയില്ല. അങ്ങനെ നീറി പ്രശ്നം സങ്കീർണമായിട്ട് പോകണം. എല്ലാ അനീതിയും അന്ധവിശ്വാസവും അനാചാരങ്ങളെല്ലാം കൂട്ടിയേക്കാം. ഇപ്പോൾ കോടതിയിൽ ഒരു വിഭാഗവും അതിന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും വൃത്തിയേടിയിട്ട് നിയമം നോക്കിയില്ലേ അവർ പറഞ്ഞത്, വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞത് അത് തെറ്റാണെന്ന്. എന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുത്തില്ലേ? ഹൈക്കോടതി അല്ല, സീനിയർ ഫുൾ ബെഞ്ചാന്ന് തോന്നുന്നു, ഫുൾ ബെഞ്ച്. അപ്പോൾ ഇവിടെ നീതി എവിടുന്ന് മനസ്സിലാക്കണം. പിന്നെ വേറൊരു വശമുള്ളത്, ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പറഞ്ഞ്, അല്ല കമ്മ്യൂണിസ്റ്റിലെ നേതാക്കൾ പറഞ്ഞ് വർഗീയ തീവ്രവാദി പാർട്ടികൾ ഞങ്ങൾ കൂട്ടുകൊള്ളില്ല, പക്ഷെ ആരുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കും. ഇന്നിപ്പം KC വേണുഗോപാൽ പറഞ്ഞു വർഗീയ പാർട്ടി ഞങ്ങൾക്ക് ബന്ധമില്ല, പക്ഷെ ആരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. എടോ, നീ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടും KC വേണുഗോപാൽ പോലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ്, എന്തോ നിങ്ങൾ ഈ പറഞ്ഞ വർഗീയത, എന്തോ ഈ തീവ്രവാദം, എന്തൊരു വർഗീയവാദം? അത് ഈ രാജ്യം ഭരിക്കുന്ന RSS എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്നത് തീവ്രമായ വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക പോലും നിരോധിച്ചത്. ആ സംഘടന, ആ സംഘം ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഇവിടെ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾക്ക് മണ്ടൻ വിഡ്ഢിയെന്ന് വിളിക്കേണ്ടി വരില്ലേ? ഇതെന്തെല്ലാം അർത്ഥമല്ലേ? ഭൂരിപക്ഷ വർഗീയത രാജ്യം ഭരിക്കുകയോ ന്യൂനപക്ഷ വർഗീയത എന്തോ പ്രസക്തി? ഇത് അങ്ങനെ കൊള്ളില്ല. ആരാണ് വർഗീയത? എന്താണ് വർഗീയത? വാട്ട് ഈസ് മീൻ ബൈ പിന്നീട് വർഗീയതയുടെ എന്താണ് പര്യായം? ഇവിടെ സംഘപരിവാർ പറയുന്നു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇപ്പം മോഡേൺ ജനാധിപത്യവാദികളെയും നാടുകടത്തണം, ജീവിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഏതെങ്കിലും ന്യൂനപക്ഷ വർഗീയ പാർട്ടി, തീവ്രവാദ പാർട്ടി ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ നിൽക്കില്ല, ഹിന്ദുക്കൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാനുണ്ടോ? കൊണ്ടിടോ കോൺഗ്രസ് നേതാക്കളെ മരമണ്ടന്മാര്, കൊണ്ടിടോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മരമണ്ടന്മാര്. ഇതിൽ ബാംഗ്ലൂരിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറയുന്നറിയോ? മഞ്ചേശ്വരത്ത് ഒരു ഹിന്ദു ജയിക്കുന്നുണ്ടപ്പോഴും അവിടെ എല്ലാം ഉളാണ്ട് ഒന്നായി തോൽപ്പിക്കാൻ വേണ്ടി. എടോ കൂസേ, നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ ജയിക്കുന്നത്. മഞ്ചേശ്വരത്ത് ഹിന്ദു അല്ല ജയിക്കുന്നത്, അവിടെ സംഘപരിവാറാണ്, RSS നേതാവാണ്. അതിനാണ് കേരളത്തിൽ മറ്റുള്ള ജാതി പാർട്ടിക്ക് എതിർക്കുന്നത്. അല്ലാതെ ഹിന്ദു ജനതയ്ക്ക് എത്രയോ സ്ഥലത്ത് ജയിച്ചു പോകുന്നത്. എടോ ഹരിപ്പാട് ജയിക്കുന്ന ഹിന്ദു അല്ലടോ അത്, രമേശ് ചെന്നിത്തല. KC മുരളി ഹിന്ദു അല്ലേ? പക്ഷെ ആ ഹിന്ദുവും ഈ സംഘപരിവാദം വ്യത്യാസം ഉണ്ടെന്ന്. അവിടെയാണ് വ്യത്യാസം. നിങ്ങൾ ഇന്നാളിപ്പോൾ ഇയാൾ ഇപ്പം പിഷാരടി ഇന്നിപ്പോൾ പിഷാരടി പറഞ്ഞിട്ട്, ഞാൻ പിഷാരടിയൊന്നുമല്ല, അതങ്ങനെ പേരിട്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ശീലമായതാണ്, ഞാൻ വെജാന്നറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയും. ഇപ്പം തന്നെ ഞെളിവിൽ ഓടോ പിഷാരി, ഒന്നുമില്ല, നിങ്ങൾ പിഷാരടിയാണെന്ന് പറയുക, അല്ലെങ്കിൽ ചോനാന്ന് പറയാം, ഈഴവനാന്ന് പറയും, അല്ലെങ്കിൽ ഹിന്ദു അല്ലെന്ന് പറയും. ഇത് അവിടെ ചില പിഷാര് സിനിമ ഫീൽഡിൽ പിടിച്ചെടുക്കണേ സവർണ്ണ കാണിക്കണം, കള്ളത്തിന് കണ്ണു കിടക്ക്. ഇതൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവരെ സിനിമ ഫീൽഡിൽ കേരളത്തിൽ പിടിച്ചെടുക്കണേ സവർണ്ണ ജാതി തന്നെയായിരിക്കണം. അത് 100 ഉദാഹരണങ്ങളുണ്ട്, 100 ഉദാഹരണങ്ങൾ. മുകേഷ് ഉൾപ്പെടെ നിന്നാൽ തിലകൻ ഉൾപ്പെടെ എത്ര സ്ഥാനമാനം കിട്ടാതെ പോയിന്നറിയോ? നായരില്ലാത്തൊരു പേരിൽ. അപ്പോൾ അവിടെ പിഷാടി പോയി സവർണ്ണ ജാതിയാണല്ലോ. ഇപ്പം ഇന്ന് പറയണം ഞാൻ പിഷാടി അല്ല, തമാശ കിട്ടാണ്. അവസാന വേളയിൽ പിഷാടിയാണെന്ന് ഗസറ്റിൽ പരസ്യം ചെയ്ത് അംഗീകാരം കൊണ്ട് വാങ്ങിച്ചത്. ഇപ്പം ഇലക്ഷൻ വന്നപ്പോഴേ സവർണ്ണനൊക്കെ ഇന്ത്യയിൽ ഒരു സീറ്റ് ഇത് ജയിച്ചുകൂടി വലിയ പ്രയാസമുണ്ട്. നിങ്ങൾക്കറിയോ, 2% ബ്രാഹ്മിൻസൊക്കെ ജയിക്കാനുള്ള പാട്. അവിടെ അവർ ജയിക്കുന്നത് ഇലക്ഷൻ എന്നല്ല, അല്ലാത്ത വളഞ്ഞ മാർഗത്തിൽ കൂടിയാണ്. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നരസിംഹറാവു പക്ക ബ്രാഹ്മണാണല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയോ വീണ് കിട്ടി, അവസാനം ജയിപ്പിച്ചെടുക്കാൻ പറ്റ പാട് നരസിംഹറാവുവിനും അന്നത്തെ കോൺഗ്രസിനും ഇവിടുത്തെ സംഘപരിവാറിനൊക്കെ അറിയാം. കാരണം വോട്ട് ചെയ്യില്ല ആൾക്കാർ, പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെ. അപ്പൊ ചൂഷണം ചെയ്ത് വഞ്ചനയാണത്. നിങ്ങൾ കാര്യം ഇപ്പം കെ ബാബു ഇല്ലേ, ആദ്യമായിട്ട് ക്രിസ്ത്യാനി ഇട്ടെടുത്ത് അംഗവാലിക്കാരൻ കെ ബാബു ക്രിസ്ത്യാനി ധരിച്ചത്. പക്ഷെ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു അത് ഞങ്ങൾ ഈഴവൻ ലിസ്റ്റിൽ പെടുത്തപ്പോഴാണ് ആൾക്കാരത് ഈഴവനാന്ന് പറയുന്നത്.
അങ്ങനെ ഒന്നും വേണ്ട, വ്യക്തമായിട്ട് പറഞ്ഞോ. നീ ഇത് നിങ്ങൾ ഇന്ന ഏത് ജാതിയാണ്, പുലിയരാണോ, നായരാണോ, പിഷാടിയാണോ, മേനോനാണോ, എന്ത് കോപ്പാണെന്ന് പറയണോ ധൈര്യമായിട്ട് ഇപ്പോഴെങ്കിലും. ഇപ്പോൾ ഞാൻ പിഷാടിയല്ല. ഇതൊക്കെ ആരെ ഫൂളാക്കുന്നത്? അത് കോൺഗ്രസ് നെറിയിട്ട കോൺഗ്രസ് വരെ നെറിവില്ലായ്മ കാണിക്കുന്നത്. ഈ പിഷാടിക്ക് പാലക്കാട് നിർത്തി വല്ല ആവശ്യമുണ്ടോ? അവിടെ രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ് കഴിവുള്ള ആൾക്കാരില്ലേ? തെറ്റ് ചെയ്തോ സീറ്റ് പോകും. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ചിറകിൽ മത്സരിക്കുന്ന ആ പെണ്ണില്ലേ, എന്നാ പാട്ടുകാരി പെണ്ണ്, ഞാൻ അവർ പെൺകുട്ടിയാണ്, ഞാൻ കുറ്റപ്പെടുത്തൽ ആദിവാസി പറഞ്ഞിട്ട് എവിടുന്നാണ് നൂലെ കെട്ടി ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയത്? ഇവിടെ 20, 30, 40 വർഷം പ്രവർത്തിക്കുന്ന ആദിവാസി സ്ത്രീകളില്ലേ കോൺഗ്രസ്സിൽ? അതിൽ ഒരാൾക്കൊരു അവസരം കൊടുക്കാതെ ആരോ പറഞ്ഞ ഒരു യുവതിയായ പെണ്ണ് ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കി. അത് സഭ പറഞ്ഞ് ഇറക്കിയതാണ്, രാഹുൽ ഗാന്ധി സ്വാധീനിച്ചിറക്കിയാണ്. അന്നത് ജയിക്കാൻ കാരണം വെച്ചിട്ടുണ്ടല്ലോ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നൊരു ഉദ്ദേശം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ ഈ പെണ്ണ് മോശമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് സിമ്പതി കിട്ടി അന്ന് ജയിച്ചത്. അഞ്ച് ജയിച്ചില്ല, ചെറിയെങ്കിലും ജയിക്കാൻ സാധ്യതയില്ല. അതേപോലെ നമ്മുടെ കായംകുളത്ത് ആ മുസ്ലിം ലീഗിൻ്റെ ഒരു കൺവീനർ ഉണ്ടായില്ല, UDF കൺവീനർ, കള്ളന് അയാൾ തോൽപ്പിക്കാൻ വേണ്ടിയില്ല അങ്ങനെ കുറഞ്ഞത്. അതാണ് കളി. ഇതൊന്നും ആരും അറിയില്ലെന്ന് വെച്ച് അവന് ഓരോന്നും സഭയുടെ സ്വാധീനത്തിൽപ്പെട്ട്, വ്യക്തി സ്വാധീനപ്പെട്ട്. ഈ പിന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും ഒക്കെ കോൺഗ്രസ് മാറി നിന്നാലേ രക്ഷയുള്ളൂ. ആദ്യമായിട്ട് മാറ്റേണ്ടത് ഈ കൊടിക്കുന്നിൽ സുരേഷാണ്. കാരണം എല്ലാം ആനുകൂല്യം പെട്ട് ഇപ്പോൾ പുള്ളി പറയാണ്, എനിക്ക് ദളിതാണ്, എനിക്ക് മുഖ്യമന്ത്രി ആയിട്ടില്ല, കിട്ടണമെന്ന്, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് ആവുന്നത്. എവിടെ ദളിതർക്ക് അങ്ങനെ എവിടെയുണ്ട് നിയമം? ഇലക്ഷനിൽ ഇത്ര 12% റിസർവേഷൻ ഉണ്ട്, ഓക്കെ. അല്ല KPC പ്രസിഡന്റ് ആക്കണം ദളിതനെന്ന് ഒരു നിയമം ആരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കണം പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെക്കാൾ മുമ്പ് വലിയ എത്ര ആളുണ്ടായത് മുഖ്യമന്ത്രിയോ? ഇപ്പൊ ചോദിക്കാണ്, മാറാൻ പറഞ്ഞില്ല. എത്ര വർഷം എന്നറിയോ? കോടാനുകൂടി സംഭവിച്ച് MP, മന്ത്രി, കുന്ത്രി ഒക്കെ ആയിട്ട് അയാളെ തന്നെ വീണ്ടും എന്താ കാരണം? ഇവിടെ സഭയുടെ NSSന്റെ ആളാണ്. സഭയ്ക്ക് വേണ്ടി NS വേണ്ടി വാദിക്കുന്ന 2 പേരുടെ KC വേണുഗോപാലും ഈ പറഞ്ഞ മറ്റേ ഈ കൊടിക്കുന്നിൽ സുരേഷും ഇതൊക്കെ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ അതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ്. കാരണം 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നായർ സമുദായത്തിൽപ്പെട്ട KC വേണുഗോപാൽ ജനസംഖ്യയിൽ 0.3% ഉള്ളു. ദേശീയ ലെവലിൽ എടുക്കുമ്പോൾ 0.3, 1% 0.3%. അതിനെ കൊണ്ടുവന്ന് ഡൽഹിയിൽ കൊണ്ട് 2ാം സ്ഥാനത്ത് എത്തിയപ്പോഴേ ഇവിടെ കോൺഗ്രസ് വളർത്താനില്ല. പണ്ട് അന്തോണിക്കൊരു തിരിച്ചില്ലതുപോലെ അതിവിടെ സഭയുടെയും ഇവിടെ മുന്നോക്ക സമുദായക്കായിട്ട് സഭയുടെയും NS അവരൊരു ലിങ്കാണ്. NSSന്റെയും നവമി ജയന്തി അന്തോണി ആരും പുറത്തു പോലും നിരീക്ഷവാദിയൊക്കെയാണ്. പക്ഷെ അവർക്കെതിരെ ഒരു അക്ഷയാളും വേണ്ടിയുള്ള അവർക്ക് നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ KC വേണമല്ലേ? KC വേണമെങ്കിലും ആത്മാർത്ഥ ഉണ്ടോ? ഇദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രി ആണെന്നല്ലാതെ UDF വേണമെന്ന് കയറുന്ന ആഗ്രഹമുണ്ടോ? പൊട്ടിച്ചളയും, വൈകിക്കളയും. അതിന് പൊക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. റാംപുളിയാണെന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും. നമുക്ക് ആനുകൂല്യമൊന്നും വേണ്ട. ഈ വയസ്സായിരിക്കാന്ന് പറയും, നമ്മൾ സത്യം പറയും. അതാണ്. അതുകൊണ്ട് അഭ്യാസമൊന്നും ആരും കാണിക്കണ്ട. പ്രത്യേകം പറയും, എന്തൊക്കെ എതിർപ്പ് വന്നാലും കൊള്ളാം, നമ്മൾ ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും. KC വേണുഗോപാൽ ഇന്ന് പറയാണ്, ഞങ്ങൾ വർഗീയ പാർട്ടിയായിട്ട് ബന്ധമില്ല, അതേസമയത്ത് എല്ലാവരും വോട്ട് വേണം. ഇതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇതൊക്കെ സവർണ മേധാവികളുടെ തട്ടിപ്പും വഞ്ചനയുടെ ആ പ്രയോഗമൊക്കെ അതും മാന്യമാക്കില്ല. ഇവിടെ 90% പിന്നോക്കത്തിൽ ന്യൂനപക്ഷമാണ്. അവർക്ക് വേണ്ടി വാദിച്ചാൽ അവിടെ നിന്ന് ഒരു സഹായം കിട്ടില്ല എന്ന് മാത്രമല്ല മറ്റു വിഭാഗം എതിർക്കുകയും ചെയ്യും. എന്നാൽ 30% വരുന്ന മുന്നോക്ക വിഭാഗത്തിൽ ഞങ്ങളെപ്പോലുള്ളത് പ്രവർത്തിക്കാൻ പറ്റുമോ? അത് മനസ്സാക്ഷിക്ക് ശരിയാണ്. പിന്നെ എന്ത് ചെയ്യും? ഇവർക്ക് പ്രവർത്തിച്ചാൽ ഒരു ഗുണം കിട്ടില്ല, മാത്രമല്ല അപ്പുറത്ത് അവർ അവിടുന്ന് ചത്തുവായി ചെയ്യും. അങ്ങനെ പലരും തോറ്റുപോയ ഫീൽഡ്, പലരും തോറ്റുപോയ ഫീൽഡിലാണ് ഇപ്പോൾ മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും കളിക്കുന്നത്. പക്ഷേ മറ്റ് കളിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് കളിക്കുന്നത്. അത് കുറച്ചുകൂടിയൊക്കെ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കലാണ്. ഇപ്പം മദ്രി സാഹിബൊക്കെ വന്ന് ആ കളിയൊന്നും തിയറിറ്റിക്കലല്ല പ്രാക്ടിക്കലൊന്നുമല്ല, ഒരു മണ്ടനും കളി കളിച്ച് വിജയിക്കാതെ പോയില്ലേ. പക്ഷെ ഞങ്ങൾ കളിക്കുന്നതല്ല, തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കലാണ്, സൈക്കോളജിക്കലാണ്, ഫിലോസഫിക്കലാണ്, ശാസ്ത്രീയമാണ്. അത് എതിർക്കാൻ ആർക്കും സാധിക്കില്ല. കണക്കുകൾ ഉദ്ദേശിച്ച് കാര്യകാരുടെ സഹിത പറയുന്നത്.
ഇപ്പോഴത്തെ കാര്യങ്ങളുടെ കിടപ്പ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം എത്ര ഞങ്ങൾ പാടുപെട്ട് ഈ സമുദായത്തിൽ 97% 3% LDFിന്, കാരണം മുസ്ലിം നാമധാരികൾ നിരീശ്വരവാദികളുള്ളൂ. ബാക്കി എല്ലാം 97% കോൺഗ്രസിന് UDF ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്താണ്. അത് തകിടം മറിച്ചു കളഞ്ഞില്ലേ ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട്. ഇപ്പോൾ ഷാരിപ്പോലോട് അവിടെ കൊടുത്ത് മുസ്ലിം സമുദായം കിട്ടേണ്ട സീറ്റ് കൊടുക്കാതെ 10% ക്രിസ്ത്യൻ സമുദായം 40 സീറ്റോ 35-40 സീറ്റോ കൊടുത്ത് അങ്ങനെ കൊടുത്ത് അവസാനം യാതൊരു ലോജിക്കില്ലാതെ ജനങ്ങൾ തിരിഞ്ഞു. ഈ 10% അല്ലെ 10% 19% നായരെ കൊണ്ടും ക്രിസ്ത്യാനിയെ കൊണ്ടും മാത്രം നിങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റുമോ? എന്നാൽ കാണാമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ തോമസ് അല്ലേ, ഉമാ തോമസ് കാണിച്ചൊരു മണ്ടത്തരം ഇന്നും എന്നോട് വിളിച്ച ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ കോൺഗ്രസിനോട് വാദിക്കുമ്പോഴേ 40,000 മുസ്ലിം വോട്ടർമാരുണ്ട് ഈ തൃക്കാക്കര. ആകെ 1:30 ഏതായാലും ഇപ്പോൾ 3-12 ഉണ്ട്. അത്രയും പേരുള്ള തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ ആ തോമസിൻ്റെ പേരിൽ ഒരു പരിപാടി നടത്തിയിട്ട് ഒരൊറ്റ മുസ്ലിമിനെ പോലും ഒരു ക്ഷണിച്ചില്ല. അന്ന് ഒരു പ്രതിഷേധം ഉണ്ടായത്. അന്ന് പലരും ചോദിച്ചു എന്താണ് ഉമ്മ അങ്ങനെ കാണിച്ചതെന്ന്. എവിടെ 40,000 വോട്ടില്ലൂടെ, 40,000 വോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല. ഈ 40,000 വോട്ടിൽ 15,000 വോട്ടാണ് കമ്മ്യൂണിസ്റ്റ്, ബാക്കി 25,000 വോട്ടും കോൺഗ്രസ്സാണ്. ഈ 15,000-ൽ 5,000 വോട്ടും കൂടി കോൺഗ്രസ് ചെയ്ത്, കാരണം കോൺഗ്രസ് ജയിക്കണം, UDF ഇല്ലാതെ പോകുന്നുണ്ട്. അതാണ് ഇത്ര വോട്ട് കിട്ടിയത്. പിന്നെ കളമശ്ശേരി അഡ്ജസ്റ്റ്മെൻറ്റ്, അത് വേറെ കാര്യമുണ്ട്. എന്നിട്ട് 40,000 വോട്ട് ഇത്രയും ചെയ്തിട്ടും അവർ ഭർത്താവിൻ്റെ പേരിലൊരു കൾച്ചർ സംഘടന ഉണ്ടാക്കിയ തരത്തിൽ ഒരൊറ്റ മുസ്ലിം അടിച്ചില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, അല്ലെങ്കിൽ മണ്ടത്തിലാവില്ല. കേട്ടോ നിങ്ങൾക്ക്, ലീഗുകാരും കോൺഗ്രസും കേട്ടോ. തൃശ്ശൂർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ CPM പറഞ്ഞ അവരുടെ വോട്ട് കുറഞ്ഞില്ല, കോൺഗ്രസ് വോട്ടേ കുറഞ്ഞത്. ശരി കേട്ടോ, ശരിയാണ്. പക്ഷെ അതിലെ ഉള്ളുകളിൽ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് സാധാരണഗതി തൃശ്ശൂർ മുരളീധരൻ നിൽക്കുമ്പോൾ LDF ജയിക്കാൻ സാധ്യമില്ലാത്തതുകൊണ്ട് BJPക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് വോട്ട് പിരിച്ച് ചോദിക്കണം. മുസ്ലിം വോട്ടിൽ 90% മുരളിക്ക് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വോട്ട് ചെയ്യും. ഇത്തരം മുരളിക്ക് ക്ഷീണം മനസ്സിലാക്കി അവിടുത്തെ മുസ്ലിം വോട്ടർമാർ 90% വോട്ട് ഇത്തവണ LDFിന് കൊടുത്തു. കാരണം LDF സുനിൽകുമാർ ജയിക്കുന്നത് തോന്നിടുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല ശതമാനം വോട്ട് ആർക്ക് പോയി? BJPയിൽ പോയി. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അതുകൊണ്ട് നോക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് വോട്ട് കുറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് 1 ലക്ഷം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞില്ല, കോൺഗ്രസ് വോട്ട് കുറഞ്ഞത്. കോൺഗ്രസ് വോട്ട് പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP പോയിട്ടുണ്ട്. പക്ഷെ വോട്ട് കുറയാത്ത കാരണം ഈ കാരണം കൊണ്ടാണെന്ന് പറയാൻ ഏതെങ്കിലും നട്ടിലുള്ള കോൺഗ്രസ് ലീഗുകാരുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്ത് നോക്കി പറയാനായിട്ട്. ഇന്നാൾ ഒരു സഖാവ് പറഞ്ഞ് ഞങ്ങളുടെ വോട്ടോടെ കുറച്ചിട്ടില്ല. അത് പറയണോടോ, അതിന് വിവരം വേണം, തിരിച്ചറിവ് വേണം, രാഷ്ട്രീയ പഠനം വേണം. ഇല്ലെങ്കിൽ ഇതുപോലെ കീട്ട് കുത്തും കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോയിക്കണം. യാതൊരു പാകതയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്, അന്ന് നമ്മുടെ ജയപ്രകാശ് നാരായൺ ചെയ്തതുപോലെ വർഗീയ പാർട്ടി ഞങ്ങൾ കൂട്ടുകൂടില്ല, അവർ വോട്ടെല്ലാം വേണം എന്ന് പറഞ്ഞ KC വേണുഗോപാൽജി, നിങ്ങളുടെ മറ്റേ ജയപ്രകാശ് നാരായൺ ചെയ്തതുപോലെ BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടാവുന്ന പ്രസ്ഥാനം നടത്തിയതെങ്കിൽ ഈ പ്രശ്നമുണ്ടോ? നിങ്ങൾ PDP ചേർക്കാം, SDP ചേർക്കാം. ഇത് അവർ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ, അവർക്ക് മത്സരിക്കണ്ടേ? അവർക്ക് മത്സരിക്കാൻ ഇപ്പോൾ മുന്നണി ചേർക്കില്ല. പണ്ട് കാലത്താണ് പറയാം, പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ വർഗീയ പാർട്ടി വേണമെന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു വശത്ത്. ഇന്ന് BJP ഭരിക്കുകയാണ്. BJP ഭരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണോ ഇനിയിപ്പോൾ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് കുറ്റം പറയാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ ആത്യന്തികമായിട്ട് രാജ്യസ്നേഹവും പാർട്ടി സ്നേഹവും ന്യൂനപക്ഷ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ KC വേണുപോലും മലയാളം തിരിയുമെങ്കിൽ നിങ്ങൾ ഗാർഗിയോടും രാഹുൽ ഗാന്ധിയോടും പറയേണ്ട ഈ പ്രസ്താവനയാണ് ഏറ്റവും ഏർലിയസ്റ്റ്. ഇന്നോ നാളെ കൊടുക്കണം. എന്താണ്? ഇന്ത്യ മുന്നണിയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ BJP ഒഴിച്ചുള്ള എല്ലാവരും ഇതിലുണ്ടായിരിക്കും എന്നൊരു പ്രസ്താവന നടത്തണം. എന്നിട്ട് വോട്ട് വാങ്ങിക്കും. അല്ലെങ്കിൽ ഇനി ഇത്ര തോട്ട് പോയിട്ട് പിന്നെ വെള്ളം കുടിക്കലോ?
കേരളത്തിൽ തോൽക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനം കൊടുക്കണം. എന്നിട്ട് PDPയുടെയും SDPയുടെയും മറ്റേ എല്ലാ പാർട്ടിയുടെയും വോട്ട് വാങ്ങിച്ച് ഒരുമിച്ച് ഒരു പെട്ടിയിൽ വീഴണം. അല്ലെങ്കിൽ ഹവാ ഗുവ എന്ന് പറയുമ്പോൾ ഈ മാലാമൽ വിടാമ ഒല്ലുടാമ എന്നുണ്ട്. മാലാമൽ വിടാമ വാങ്ങിച്ചാൽ കൊണ്ട ഒല്ലുടാമ ഒട്ടും കൊടുക്കേണ്ട, അത് പണ്ട് തമാശ പോലെ അങ്ങനെയായിപ്പോയി നിങ്ങൾ UDF. ധൈര്യമല്ല, ആത്മാർത്ഥ നിങ്ങൾക്ക് UDF ഭരിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഗാർഗയും നിങ്ങൾ ചേർന്ന് രാഹുലായിട്ട് സംസാരിച്ച് ഡൽഹിയിൽ നിന്ന് ദേശീയ ലെവലിൽ ഒരു പ്രസ്താവന പറയണം ശക്തമായിട്ട്. ആ പ്രസ്താവന അത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ പോലെ 2 കാര്യം പറയണം. ഒന്ന്, ഞങ്ങളുടെ ഈ മുന്നണിയിൽ BJP വെച്ച് ബാക്കി എല്ലാവർക്കും ഉണ്ടാവും. BJP ഉള്ള മുന്നണി ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കണം, വരട്ടിവരായിരിക്കട്ടെ. അപ്പോൾ BJP വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും. അത് ശക്തമായിട്ട് പറയണം. മറ്റൊന്ന്, നിങ്ങൾ ആരെങ്കിലും ഒരു മധ്യസ്ഥയെ പറ്റി ഒരാളെ ഒരു സ്ഥാനം വഹിക്കാതെ നിഷ്പക്ഷ ഒരാളെ വഹിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആഗ്രഹിക്കില്ല, അപ്പോൾ ചിലപ്പോൾ വരാൻ പറ്റില്ല. എന്നിട്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടോ, ചിദംബരം പോലും അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു നേതാവിന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ വയ്ക്കുക, എന്നിട്ട് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരായി നന്ദി. ജയ് ഹിന്ദ്.